ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആയുർവേദ തെറാപ്പിസ്റ്റ് കേരള PSC പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 98/2021. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 4/10/2021. Question booklet alpha code A. Name of the post Ayurveda therapist. Department Indian Systems of Medicine. Category number 540/2019 and 367/2020. ചോദ്യങ്ങളുടെ ആകെ എണ്ണം 100. സമയം 75 മിനിറ്റ്. പരമാവധി മാർക്ക് 100. ആദ്യത്തെ ചോദ്യം. താഴെ പറയുന്ന ക്രിയകളിൽ പഞ്ചകർമ്മങ്ങളിൽ ഉൾപ്പെടാത്ത ക്രിയ ഏത്? ഉത്തരം മാത്രാവസ്തി. രണ്ടാമത്തെ ചോദ്യം. വമനത്തിന്റെ പശ്ചാത് കർമ്മം. ശരിയായ ഉത്തരം ധൂമപാനം. താഴെ പറയുന്നതിൽ ചതുസ്നേഹം അല്ലാത്തത്. ശരിയായ ഉത്തരം ക്ഷീരം. മാത്ര അനുസരിച്ച് നസ്യത്തെ എത്രയായി വിഭജിച്ചിരിക്കുന്നു? ശരിയായ ഉത്തരം 2. അഞ്ചാമത്തെ ചോദ്യം. നിരൂഹവസ്തിയുടെ അപരനാമം. ഉത്തരം ആസ്ഥാപന വസ്തി. ആറാമത്തെ ചോദ്യം. വിരേചന ഔഷധം സേവിക്കേണ്ട സമയം. ശരിയായ ഉത്തരം ശ്ലേഷ്മകാല ഗതേ. ഏഴാമത്തെ ചോദ്യം. സംസ്കാര സ്വാനുവർത്തനം എന്ന ഗുണം ഏറ്റവും കൂടുതൽ ഉള്ളത്. ശരിയായ ഉത്തരം സർപ്പി. ഇലക്കിഴിയിൽ സാധാരണയായി ഉപയോഗിക്കാത്ത ഇല. ശരിയായ ഉത്തരം താമരയില. ഒമ്പതാമത്തെ ചോദ്യം. നസ്യകർമ്മത്തിന്റെ മറ്റൊരു പേരാണ്. ശരിയായ ഉത്തരം ശിരോ വിരേചനം. പത്താമത്തെ ചോദ്യം. ഒരു ഫലം എത്ര ഗ്രാം? ശരിയായ ഉത്തരം 48 ഗ്രാം. മനുഷ്യ ശരീരത്തിലെ ആകെ മർമ്മങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 107. 12ാമത്തെ ചോദ്യം. ധാരണീയ വേഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാനസികം. ചരക ആചാര്യൻ എത്ര അഗ്നിസ്വേദം ആണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 13. 14ാമത്തെ ചോദ്യം. യമക സ്നേഹത്തിൽ എത്ര സ്നേഹങ്ങൾ കൂടിച്ചേരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2. 15ാമത്തെ ചോദ്യം. വൈതരണ വസ്തിയിലെ കൽക്കം. ഓപ്ഷൻ സി ഉത്തരം വാളൻപുളി. 16ാമത്തെ ചോദ്യം. പരിചാരകന്റെ ഗുണങ്ങളിൽ ഒന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി അനുരക്ത. 17ാമത്തെ ചോദ്യം. ഇവയിൽ ഏതാണ് ഉപധാതു? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ത്വക്ക്. 18ാമത്തെ ചോദ്യം. ഉപനാഹം എത്ര മണിക്കൂർ ആണ് കെട്ടിവയ്ക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 12 hours. 19ാമത്തെ ചോദ്യം. ഇവയിൽ ഏതാണ് മൂർധ തൈലത്തിൽ ഉൾപ്പെടാത്ത ക്രിയ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തർപ്പണം. 20ാമത്തെ ചോദ്യം. അർദ്ധ ചികിത്സയായി വ്യവഹരിക്കുന്ന ക്രിയാക്രമം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വസ്തി. 21ാമത്തെ ചോദ്യം. ശിരോധാരയിൽ ധാരാദ്രവ്യം നെറ്റിയിൽ വീഴ്ത്തേണ്ടത് എത്ര ഉയരത്തിൽ നിന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 4 അങ്കുലം. 22ാമത്തെ ചോദ്യം. പേയാദിക്രമത്തിന്റെ മറ്റൊരു പേരാണ്. ശരിയായ ഉത്തരം ബി സംസർജന ക്രിയ. 23ാമത്തെ ചോദ്യം. നിത്യം ആചരിക്കേണ്ട കർമ്മങ്ങളിൽ ഒന്നാണ്. ഓപ്ഷൻ എ ശരിയായ ഉത്തരം അഭ്യംഗം. 24ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അനഗ്നിസ്വേദം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കട്ടിയുള്ള പുതപ്പ് പുതയ്ക്കുന്നത്.
25-ാമത്തെ ചോദ്യം ജനനം മുതൽ മരണം വരെ കൊടുക്കാൻ വിധിയുള്ള ക്രിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. വസ്തിയും പ്രതിമർശനസ്യവും. 26-ാമത്തെ ചോദ്യം നസ്യത്തിനു ശേഷം എത്ര നേരം കിടക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 100 മാത്ര. 27-ാമത്തെ ചോദ്യം ഔഷധം ഇട്ടു സംസ്കരിച്ച ദ്രവദ്രവ്യത്തിൽ ഇരുത്തി ചെയ്യുന്ന സ്വേദക്രിയ ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അവഗാഹം. 28-ാമത്തെ ചോദ്യം കർമ്മവസ്തിയിലെ വസ്തികളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 30. 29-ാമത്തെ ചോദ്യം ശരത് ഋതുവിൽ വിധിക്കുന്ന സ്നേഹം ഏത്? ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം ഘൃതം. 30-ാമത്തെ ചോദ്യം ഉദ്വർദ്ധനം എന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്നേഹക്രിയ. 31-ാമത്തെ ചോദ്യം വമനത്തിന്റെ ഹീനവേഗത്തിൽ കൊടുക്കുന്ന ഔഷധ ദ്രവ്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തിപ്പല്ലി. 32-ാമത്തെ ചോദ്യം അണുതൈലത്തിൽ ഉപയോഗിക്കുന്ന ക്ഷീരം? ഓപ്ഷൻ എ അജക്ഷീരം. 33-ാമത്തെ ചോദ്യം ഹ്രസ്വമായ സ്നേഹപാനത്തിന്റെ അളവിന് തുല്യമായി പ്രയോഗിക്കുന്ന വസ്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മാത്ര വസ്തി. 34-ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ അന്തർ ബഹിസ്നിഗ്ധമായും ജീർണാന്നമായും വിധിക്കുന്ന ക്രിയ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്വേദനം. 35-ാമത്തെ ചോദ്യം വമന വിരേചനങ്ങളുടെ പൂർവകർമ്മമാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം സ്നേഹനം സ്വേദനം. 36-ാമത്തെ ചോദ്യം ഭക്ഷണം കഴിച്ചതിനു ശേഷം വിധിക്കുന്ന പഞ്ചകർമ്മം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്നേഹവസ്തി. 37-ാമത്തെ ചോദ്യം വമന കർമ്മത്തിന്റെ മധ്യമ വേഗം എത്രയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 6. ആഹാരം നന്നായി ദഹിക്കുകയും രോഗിക്ക് വിശപ്പ് വരികയും ചെയ്യുമ്പോൾ കൊടുക്കുന്ന സ്നേഹപാനം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശമന സ്നേഹപാനം. 39-ാമത്തെ ചോദ്യം മാന വിരുദ്ധം എന്നാൽ എന്ത്? ശരിയായ ഉത്തരം വിരുദ്ധ ദ്രവ്യങ്ങൾ ഒരേ അളവിൽ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി. 40-ാമത്തെ ചോദ്യം വിരേചനത്തിന്റെ അഗ്രി ഔഷധം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ത്രിവൃത്. 41-ാമത്തെ ചോദ്യം ബൃംഹണ നസ്യം വിധിക്കുന്ന അവസ്ഥ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വാതികശൂലം. 42-ാമത്തെ ചോദ്യം മണൽ കിഴിയുടെ മറ്റൊരു പേരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാലുകാസേധം. 43-ാമത്തെ ചോദ്യം സ്നേഹവസ്തി തിരിച്ചു വരുന്നതിനുള്ള പരമാവധി സമയം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3 യാമം. 44-ാമത്തെ ചോദ്യം പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദത്തിന്റെ സാധാരണ തോത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 120/80 mm of Hg. 45-ാമത്തെ ചോദ്യം നസ്യത്തിന് ഉപയോഗിക്കുന്ന സ്നേഹദ്രവ്യത്തിന്റെ പാകം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മൃദുപാകം. 46-ാമത്തെ ചോദ്യം ഫുഫുസം ശരീരത്തിലെ ഏത് അവയവമാണ്? ശരിയായ ഉത്തരം ശ്വാസകോശം. 47-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ത്രികടു ഏത്? ശരിയായ ഉത്തരം ചുക്ക്, കുരുമുളക്, തിപ്പല്ലി. ഓപ്ഷൻ സി. 48-ാമത്തെ ചോദ്യം വർഷ ഋതുവിൽ കോപിക്കുന്ന ദോഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാതകോപം. 49-ാമത്തെ ചോദ്യം നിരൂഹവസ്തിയുടെ പരമാവധി അളവ് എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 24 പല. 50-ാമത്തെ ചോദ്യം അട്ടയെ ഉപയോഗിച്ച് രക്തമോക്ഷം ചെയ്യുന്ന ക്രിയയുടെ പേര്? ശരിയായ ഉത്തരം ജളൂകാവചരണം.
51-ാമത്തെ ചോദ്യം കൽക്കം ഉപയോഗിച്ച് ചെയ്യുന്ന നസ്യം അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അവപീഡ നസ്യം. 52-ാമത്തെ ചോദ്യം വസ്തി നേത്രത്തിന്റെ കർണികകളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. 53-ാമത്തെ ചോദ്യം ചേർക്കുരുവിന്റെ എണ്ണ സ്നേഹപാനം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട അനുപാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തണുത്ത വെള്ളം. 54-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ശസ്ത്ര പ്രണിധാന രക്തമോക്ഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രച്ഛാന്നം. 55-ാമത്തെ ചോദ്യം കായസേകത്തിൽ ധാരാദ്രവ്യം വീഴ്ത്തേണ്ട ഉയരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 12 അങ്കുലം. 56-ാമത്തെ ചോദ്യം സ്നേഹവ്യാപത്തിന്റെ ചികിത്സയിൽ ഉൾപ്പെടുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യവം, ചാമ, വരക്, ആഹാരം. 57-ാമത്തെ ചോദ്യം പഞ്ചവാദത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബോധകം. 58-ാമത്തെ ചോദ്യം ജളൂകയുടെ ശാസ്ത്രീയ നാമം. ശരിയായ ഉത്തരം ഹിറൂഡോ മെഡിസിനൽസ്. ഓപ്ഷൻ സി ജളൂകയുടെ ശാസ്ത്രീയ നാമം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹിറൂഡോ മെഡിസിനലിസ്. 59-ാമത്തെ ചോദ്യം വമനത്തിനു ശേഷം എത്ര ദിവസത്തിനു മേൽ വിരേചനം ചെയ്യാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 15 ദിവസത്തിനു ശേഷം. 60-ാമത്തെ ചോദ്യം യോനി മാർഗേണ ഉത്തരവസ്തി ചെയ്യുമ്പോൾ വസ്തി നേത്രം എത്ര അങ്കുലം ഉള്ളിൽ കടത്തണം? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം 4 അങ്കുലം. 61-ാമത്തെ ചോദ്യം 80 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് വേണ്ട നിരൂഹ വസ്തിയുടെ അളവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 10 പ്രസൃതം. 62-ാമത്തെ ചോദ്യം ദൃഗ്ബലം പ്രദാനം ചെയ്യുന്ന ഒരു ക്രിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പുടഭാഗം. 63-ാമത്തെ ചോദ്യം അതിസ്വേദത്തിൽ കൂടുന്ന ദോഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി രക്തം. 64-ാമത്തെ ചോദ്യം യോഗവസ്തിയിൽ ചെയ്യുന്ന കഷായ വസ്തിയുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. 65-ാമത്തെ ചോദ്യം അഭ്യംഗം വർജിച്ചിരിക്കുന്നത് ആർക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അജീർണം. 66-ാമത്തെ ചോദ്യം ഔഷധ കൽപ്പനയിൽ ക്വാദം എന്നാൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കഷായം. സന്താന കൽപ്പനയ്ക്ക് ഉദാഹരണം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആസവം. 68-ാമത്തെ ചോദ്യം പേയയുടെ നിർമ്മാണത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1 ഭാഗം അരി 14 ഇരട്ടി ജലം. 69-ാമത്തെ ചോദ്യം ഔഷധ സസ്യങ്ങളുടെ ത്വക്ക്, കിഴങ്ങ്, ക്ഷീരം എന്നിവ സംഭരിക്കേണ്ട ഋതു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശരത് ഋതു. 70-ാമത്തെ ചോദ്യം ത്വക്കിൽ സ്ഥിതി ചെയ്യുന്ന പിത്തത്തിന്റെ വിശിഷ്ട നാമം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഭ്രാജകം. 71-ാമത്തെ ചോദ്യം പഞ്ചാമ്ലത്തിൽ ഉൾപ്പെടാത്ത ദ്രവ്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തക്രം. 72-ാമത്തെ ചോദ്യം വസ്തി ദ്രവ്യത്തിന്റെ കർമ്മം എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വീര്യം. 73-ാമത്തെ ചോദ്യം ശിംബി ധാന്യത്തിന് ഉദാഹരണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാഷം. 74 പരാതി ഗുണങ്ങൾ എത്ര എണ്ണം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 10. 75-ാമത്തെ ചോദ്യം പച്ചയായി ഉപയോഗിക്കേണ്ട ഔഷധത്തിന്റെ ഉദാഹരണം ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചിറ്റമൃത്. 76-ാമത്തെ ചോദ്യം നിരൂഹവസ്തി തിരിച്ചു വരുന്നതിനുള്ള സമയം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1 മുഹൂർത്തം. 77-ാമത്തെ ചോദ്യം ചന്ദനത്തിന്റെ അഭാവദ്രവ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശ്രീഖണ്ഡം. 78-ാമത്തെ ചോദ്യം ചൂർണ നസ്യത്തിന്റെ മറ്റൊരു പേരാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദ്മാനനസ്യം.
79-ാമത്തെ ചോദ്യം, വിഭാഗത്തിൽ രൂപപ്പെടുന്ന രസങ്ങൾ ഏവ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മധുരം, കടു, അമ്ളം. 80-ാമത്തെ ചോദ്യം, കൽക്കനസ്യത്തിന്റെ ഉത്തമ മാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 8 ബിന്ദു. 81-ാമത്തെ ചോദ്യം, നിരൂഹവസ്തിയുടെ പശ്ചാത് കർമ്മം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മാംസരസഭോജനം. 82-ാമത്തെ ചോദ്യം, നേത്രരോഗങ്ങളിൽ ഔഷധങ്ങൾ അരച്ച് കുഴമ്പാക്കി കൺപോളകളിൽ കട്ടിയിൽ പുരട്ടുന്നതിനെ ഡാഷ് എന്ന് പറയും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിഡാലോകം. 83-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് അനുശാസ്ത്രം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്ഷാരം. 84-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സ്നേഹവസ്തി വ്യാപത്ത്? ശരിയായ ഉത്തരം ബി, അന്നാവൃതം. 85-ാമത്തെ ചോദ്യം, 40 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഉപയോഗിക്കുന്ന വസ്തി നേത്രത്തിന്റെ നീളം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12 അങ്കുലം. 86-ാമത്തെ ചോദ്യം, വിരേചന കർമ്മത്തിലെ ഉത്തമ വേഗങ്ങളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 30 വേഗം. 87-ാമത്തെ ചോദ്യം, ഞവര അരി എത്ര ദിവസം കൊണ്ടാണ് വിള എടുക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 60 ദിവസം. 88-ാമത്തെ ചോദ്യം, ഊഷ്മസ്വേദത്തിന് ഉദാഹരണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിണ്ഡസ്വേദം. 89-ാമത്തെ ചോദ്യം, സ്വേദാദിയോഗ ചികിത്സയുടെ തത്വത്തിൽ ഉൾപ്പെട്ടതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സ്തംഭനം. 90-ാമത്തെ ചോദ്യം, വിരേചനത്തിന്റെ പൂർവകർമ്മമായി എത്ര ദിവസത്തെ സ്വേദനമാണ് വിധിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3 ദിവസം. 91-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ പഞ്ചകർമ്മ ചികിത്സ നിഷേധിച്ചിരിക്കുന്നത് ആർക്കൊക്കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചന്ത, സാഹസിക, ഭീരു. 92-ാമത്തെ ചോദ്യം, വാതദോഷത്തിന്റെ അഗ്ര്യ ചികിത്സയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വസ്തി. 93-ാമത്തെ ചോദ്യം, വസ്തിക്ക് വിധിക്കുന്ന ശയനവിധി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇടതുവശം ചെരിച്ച്. 94-ാമത്തെ ചോദ്യം, ഞവരത്തേപ്പിന്റെ മറ്റൊരു നാമം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാഷ്ടി കാനലേപം. 95-ാമത്തെ ചോദ്യം, തളം പൂർവകർമ്മമായി വിധിക്കുന്ന ക്രിയാക്രമം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിണ്ഡസ്വേദം. 96-ാമത്തെ ചോദ്യം, പദ്യക്രമങ്ങൾ കർശനമായി വിധിച്ചിട്ടില്ലാത്ത വസ്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യാപന വസ്തി. 97-ാമത്തെ ചോദ്യം, സവിശ ജളൂകയുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 6. 98-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു വിരേചന യോഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവിപത്തി ചൂർണം. 99-ാമത്തെ ചോദ്യം, മദനഫലം വമനകർമ്മത്തിന് അഗ്ര്യമായത് എന്തുകൊണ്ട്? ഓപ്ഷൻ സി, ശരിയായ ഉത്തരം അപായം ഉണ്ടാക്കുന്നില്ല. 100-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തീക്ഷ്ണ വിരേചന ദ്രവ്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നൂഹി. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇന്ന് നമ്മൾ ആയുർവേദ തെറാപ്പിസ്റ്റ് കേരള PSCയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കിയത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിനും ഉത്തരത്തിനുമായി studyforsure.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് https://studyforsure.com/exams ആയുർവേദ തെറാപ്പിസ്റ്റ് KPSC/sample questions. എല്ലാവർക്കും നന്ദി.